മോർണിംഗ് സ്റ്റുഡൻസ്. കീം 2021 ചോദിച്ച ചില ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, if z by I equal to 11 minus 3 13i, then z plus z bar ഇതിന്റെ 5 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് z by I is equal to 11 minus 13i. അപ്പൊ z സമയം എന്തായിരിക്കും? ഈ i കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ 11i മൈനസ് 13i into i എന്ന് പറഞ്ഞാൽ എന്താണ്? 11i മൈനസ് 13 into i സ്ക്വയർ. i സ്ക്വയർ എന്താണ്? 11i minus 13 into minus 1, therefore 11i plus 13. ഇതാണ് നമുക്ക് z കിട്ടുന്നത്. അപ്പൊ z basically 11i plus 13 ആണെങ്കിൽ z ബാർ എന്തായിരിക്കും? 13 minus 11i. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? z plus z ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് വരും? 11i plus 13 plus 13 minus 11i. 11iയും 11iയും കട്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 26. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി. ഇവിടെ നമ്മൾ ആദ്യം z കണ്ടുപിടിച്ചു, z കണ്ടുപിടിച്ചിട്ട് z ബാർ കണ്ടുപിടിച്ചു, ഈ z ബാറും കൂടി കൂട്ടി. അപ്പൊ ആൻസർ ഡി ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കാണാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. That alpha is equal to 2 minus 3i be a root of the equation z square minus 4z plus k is equal to 0, where k is a real number. If beta is the other root, then the value of alpha square plus beta square is, options എന്തൊക്കെയാണ്? 26, b minus 5, c 5, d 10, e minus 10. ആണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. If alpha, let alpha is equal to 2 minus 3i be a root of the equation z square minus 4z plus k is equal to 0, where k is a real number. If beta is the other root, then the value of alpha square plus beta square ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഒരു റൂട്ട് 2 minus 3 എന്ന് തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റൂട്ട് നമുക്ക് ബീറ്റ ആണ് സപ്പോസ് ചെയ്താൽ, ബീറ്റ എന്ന റൂട്ട് കാണാനായിട്ട് ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മുടെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. z സ്ക്വയർ മൈനസ് 4z പ്ലസ് k. z കോഎഫിഷ്യന്റ് 1 റിയൽ നമ്പർ ആണ്, z കോഎഫിഷ്യന്റ് റിയൽ നമ്പർ ആണ്, k എന്നുള്ളത് റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു all the coefficients are real, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എല്ലാ കോഎഫിഷ്യൻസും റിയൽ ആണെങ്കിൽ കോംപ്ലക്സ് റൂട്ട്സ് ഒക്കർ കോൺജുഗേറ്റ് പെയർസ്. അപ്പോൾ ഒരു റൂട്ട് ആൽഫയാണ് 2 minus 3 ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? 2 plus 3 ആയിരിക്കും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എല്ലാ കോഎഫിഷ്യൻസും റിയൽ ആണെങ്കിൽ അവിടെ കോംപ്ലക്സ് റൂട്ട്സ് ഒക്കർ കോൺജുഗേറ്റ് പെയർസ്. അപ്പോൾ റൂട്ട് 2 minus 3 ആണെങ്കിൽ അടുത്ത റൂട്ട് എന്തായിരിക്കും? 2 plus 3 ആയിരിക്കും. ആദ്യത്തെ റൂട്ട് a plus ib ആണെങ്കിൽ അടുത്ത് a minus ib ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആൽഫ എന്നുള്ള റൂട്ടും കിട്ടി, ബീറ്റ എന്നുള്ള റൂട്ടും കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കാം, ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റയാണ്. അപ്പൊ അതിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്തായിരിക്കും? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ആയിരിക്കില്ലേ? അതെ. ഇനി ആൽഫ പ്ലസ് ബീറ്റ, ദാറ്റ് ഈസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ആൽഫ എന്ന് പറഞ്ഞ ഫസ്റ്റ് റൂട്ട് എന്തായിരുന്നു? 2 minus 3i. ബീറ്റ എന്ന് പറഞ്ഞ എന്തായിരുന്നു? 2 plus 3i. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 into ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ 2 minus 3i into 2 plus 3i. ഇത് വിളിച്ചു നോക്കാം നമുക്ക്. ഇതിലെ 3iയും 3iയും ക്യാൻസൽ ആവും. 2 plus 2 എത്രയാണ്? 4 ആണ്. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. ഇനി 2 into 2 minus 3i 2 plus 3i a minus b into a plus b എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? 4
പ്ലസ് 3 കാരണം മൈനസ് മൈനസ് ഒരു ഐ സ്ക്വയറും -1 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ് 9. അപ്പൊ നമുക്ക് 16 മൈനസ് 2 ഇൻറ്റു 9 4 13. അപ്പൊ 16 മൈനസ് 26 വരും. അപ്പൊ ആൻസർ എത്രയാണ് -10. -10 ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയ ആൻസർ ഉണ്ട് ഇ. അപ്പോ ആൻസർ ഇ -10 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക്കേഷന്റെ റൂട്ട്സ് കോഎഫിഷ്യൻസ് ഒക്കെ റിയൽ ആണെങ്കിൽ കോംപ്ലക്സ് റൂട്ട്സ് ഒക്കെ കോൺജുഗേറ്റ് പെയർസ്. അപ്പോൾ റൂട്ട് 2 - 3 ആണെങ്കിൽ അടുത്ത റൂട്ട് എന്തായിരിക്കും 2 + 3 ആയിരിക്കും. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റയാണ്. അപ്പൊ അതിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്തായിരിക്കും? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 - 3a 2 + 3a കൂട്ടുക. അപ്പൊ 3a 3a കട്ടാവും. 2a + 2 4, 4ന്റെ സ്ക്വയർ 16. മറ്റേത് 2 - 3a × 2 + 3a a - b × a + b. ഇത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ a സ്ക്വയർ മൈനസ് b സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ഐ സ്ക്വയർ വരുന്നതുകൊണ്ട് -1, അപ്പോൾ 4 + 9 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 16 - 2 × 13 ദാറ്റ് ഈസ് 16 - 26 ദാറ്റ് ഈസ് ഈക്വൽ ടു -26. എല്ലാവരും എഴുതി എടുത്തോ. അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത പ്രോബ്ലം മൂന്നാമത്തെ പ്രോബ്ലം. If z is equal to 2 - i√3, then mod z raised to 4 എത്രയാണ്? The answers തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. 7 b √7, c 7√7, d 49, e 49√7. ഇങ്ങനെ ഇത്ര ആൻസേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മോഡ് z raised to 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. മോഡ് z raised to 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. z raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് z raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് z ഹോൾ raised to n ആണ്. മോഡ് z raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് z raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് z ഹോൾ raised to n എന്നാണ്, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് മോഡ് z raised to 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനെ എഴുതാം? മോഡ് z ഹോൾ raised to 4 എന്ന് എഴുതാം. മോഡ് z എന്ന് പറഞ്ഞാൽ എന്താണ്? z എന്ന് പറഞ്ഞാൽ 2 - i√3 അല്ലേ? അപ്പൊ മോഡ് z എന്തായിരിക്കും? ഇപ്പോ ഈ z is equal to a plus ib ആണെങ്കിൽ മോഡ് z കാണാനുള്ള ഫോർമുല √(a² + b² ആണ്. അപ്പൊ ആ ഫോർമുല ഉപയോഗിച്ച് 4 പ്ലസ് ഇവിടെ നമുക്ക് √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 വരും റൂട്ട്സ്. അപ്പൊ നമുക്ക് മോഡ് z എന്നുള്ളത് എത്ര കിട്ടണേ? മോഡ് z എന്ന് പറഞ്ഞാൽ √3യുടെ സ്ക്വയർ, അപ്പൊ √7 വരും. അപ്പൊ മോഡ് z = √7. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മോഡ് z ഹോൾ raised to √7 ഹോൾ raised to 4 കണ്ടുപിടിക്കണം. √7 ഹോൾ raised to 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 7 √7 into √7 into √7 into √7 എന്ന് പറഞ്ഞാൽ എത്ര വരും? 7 × 7. അപ്പൊ ആൻസർ എത്രയാണ്? 49 എന്നാണ് ആൻസർ. ഉണ്ടോ നോക്കിയേ? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എത്ര കിട്ടി? 49 എന്നുള്ള ആൻസർ കിട്ടി. ഇവിടെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് അതാണ്. മോഡ് z raised to n എന്ന് പറഞ്ഞാൽ മോഡ് z ഹോൾ raised to n ആണ്. മോഡ് z raised to n എന്ന് പറഞ്ഞാൽ മോഡ് z ഹോൾ raised to n ആണ്. ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസർ എത്ര കണ്ടുപിടിച്ചത്? 49 എന്ന് കണ്ടുപിടിച്ചിട്ട്. അപ്പൊ എല്ലാവരും എഴുതിയെടുക്കാം. ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെയാണ് നമുക്ക് കഴിഞ്ഞ 2021 ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ.